പരീക്ഷാ ഭേദഗതി ബില്ലിലെ ചർച്ചയ്ക്കിടെ രാഹുൽ ഗാന്ധിയുടെ വിധി പരാമർശത്തെ ചൊല്ലി ലോക്സഭയിൽ ഭരണ പ്രതിപക്ഷ ബഹളം. ചില വിധികൾ സ്വയം ദൈവമായി കരുതുന്നുവെന്നും അവരെ ആരാധിക്കുന്ന ഒരു വിഭാഗമുണ്ടെന്നുമായിരുന്നു രാഹുലിന്റെ പരാമർശം. Who is absolutely convinced that another idiot is God. So these are the three categories: student, idiot, and andhbhakt who follows the idiot. Now, ഭരണപക്ഷം ബഹളമുയർത്തിയതോടെ താൻ ആരുടെയും പേര് പറഞ്ഞില്ലെന്നും ഇനി ഉപയോഗിക്കില്ലെന്നും രാഹുൽ ഗാന്ധി വിശദീകരിച്ചു. വിദ്യാർത്ഥികളുടെ പേരിൽ അസഭ്യ വാക്കുകൾ ഉപയോഗിക്കുന്നുവെന്ന് കേന്ദ്രമന്ത്രിമാർ കുറ്റപ്പെടുത്തി. പ്രതിപക്ഷ നേതാവാണെന്ന് ഓർമ്മ വേണമെന്ന് സ്പീക്കർ ഓം ബിർള രാഹുൽ ഗാന്ധിയോട് പറഞ്ഞു. माननीय प्रतिपक्ष के नेता, मेरा आपसे आग्रह है कि हम विधेयक पर चर्चा कर रहे हैं. मैं कर रहा हूं सर. मैं स्टूडेंट डिफाइन कर रहा हूं सर. ठीक रहेगा. ജന്തർ മന്ദറിൽ നടന്നത് വെറുപ്പോ അക്രമമോ അല്ല, മറിച്ച് രാജ്യത്തെ യുവാക്കൾ അവരുടെ വികാരങ്ങൾ പ്രകടിപ്പിച്ചതാണെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയെ നിയന്ത്രിക്കുന്നത് RSS എന്നും രാഹുൽ ഗാന്ധി വിമർശിച്ചു. ബഹളത്തിന് പിന്നാലെ ലോക്സഭ 2:30 വരെ പിരിഞ്ഞു. നോബിൾ മാരിക്കാരനുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. നോബിൾ, ശക്തമായിട്ടുള്ള പ്രതിഷേധം, വാക്പോര്, വാദപ്രതിവാദമാണ് നമ്മൾ ഇന്ന് ലോക്സഭയിൽ കണ്ടത്. 2:30 വരെ പിരിഞ്ഞിരിക്കുന്നു. എന്തായാലും അതിൽ തുടങ്ങിയത് ഇഡിയറ്റ് എന്ന പരാമർശത്തിൽ രാഹുൽ ഗാന്ധി ഉപയോഗിച്ച വാക്കിൽ നിന്ന് തുടങ്ങിയ ബഹളമാണ് ഭരണപക്ഷം. അതിനുശേഷം അമിത്ഷാക്കെതിരായ പരാമർശത്തെ ചൊല്ലിയായിരുന്നു ഏറ്റവും ഒടുവിൽ വലിയ ശക്തമായിട്ടുള്ള പ്രതിഷേധം കാണുകയും ചെയ്തത്. ലോക്സഭയിൽ കണ്ടത് എന്തൊക്കെ? സുധി, ശക്തമായ പ്രതിഷേധമാണ് എന്താണെങ്കിൽ ലോക്സഭയിൽ ഭരണപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് രാഹുൽ ഗാന്ധി പ്രസംഗിച്ചപ്പോൾ ഉണ്ടായത്. പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, രാഹുൽ ഗാന്ധി സംസാരിച്ചപ്പോൾ പല ഘട്ടങ്ങളിലും പ്രത്യേകിച്ച് ഇഡിയറ്റ് എന്ന പദപ്രയോഗം അദ്ദേഹം നടത്തിയതാണ് ഭരണപക്ഷത്തെ ചൊടിപ്പിച്ചത്. അതോടൊപ്പം തന്നെ പിന്നീട് ധർമ്മേന്ദ്ര പ്രധാനല്ല വിദ്യാഭ്യാസ മേഖലയെ ചലിപ്പിച്ചത് RSS ആണെന്ന് രാഹുൽ ഗാന്ധി ആരോപണം ഉന്നയിച്ചു. ഏറ്റവും ഒടുവിൽ പ്രസംഗത്തിന്റെ ഭാഗത്തേക്ക് വരുമ്പോൾ അദ്ദേഹം വിദ്യാർത്ഥികൾക്കെതിരെ വെടിവെക്കാൻ അല്ലെങ്കിൽ തോക്ക് ഉപയോഗിക്കാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അനുമതി നൽകി എന്ന ആരോപണം രാഹുൽ ശക്തമായി തന്നെ ഉന്നയിച്ചു. സർവകലാശാല അടക്കം RSS പിടിച്ചെടുക്കുകയാണ് നടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടായി. ഇതൊക്കെയാണ് ഭരണപക്ഷത്തെ എന്താണ് ചൊടിപ്പിച്ചത്. ഉത്തരവാദിത്വം ഇല്ലാതെ പ്രതിപക്ഷ നേതാവ് ഇത്തരത്തിൽ പദപ്രയോഗങ്ങൾ നടത്തരുത് എന്ന് കിരൺ റിജിജു ആവശ്യപ്പെട്ടു. പ്രതിപക്ഷം ഇതിൽ ശക്തമായി തന്നെ ആ ഘട്ടത്തിൽ എഴുന്നേറ്റു. രാഹുൽ ഗാന്ധി വഴങ്ങാതിരിക്കുമ്പോൾ എങ്ങനെയാണ് സംസാരിക്കാൻ കഴിയുന്ന ചോദ്യം ഉന്നയിച്ചു. പക്ഷേ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി മാപ്പ് പറയണം എന്ന നിലപാടാണ് BJP എന്താണെങ്കിലും എടുത്ത്. രാഹുൽ ഗാന്ധിയുടെ അസഭ്യമായ പരാമർശങ്ങൾ നീക്കം ചെയ്യണമെന്ന് കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ് അടക്കം എഴുന്നേറ്റ് പറയുന്ന സാഹചര്യം ഉണ്ടായി. എന്തായാലും കേന്ദ്ര സർക്കാരിനെ കടന്നാക്രമിച്ചുകൊണ്ടായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ശക്തമായ വാദങ്ങളാണ് അദ്ദേഹം ഉന്നയിച്ചത്. പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്കെതിരെ പാർലമെന്റ് മാർച്ചിൽ ഉണ്ടായ നടപടി കൃത്യമായി തന്നെ അമിത്ഷാ പറഞ്ഞതുകൊണ്ടാണ് എന്ന് പറഞ്ഞതോടെയാണ് ഭരണപക്ഷം വലിയ തരത്തിൽ പ്രകോപിതരാവുന്ന കാഴ്ച കാണാൻ കഴിഞ്ഞത്. അതോടൊപ്പം തന്നെ ചില പരാമർശങ്ങൾ, പ്രത്യേകിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഇപ്പോൾ 30 അകമ്പടി വാഹനങ്ങളുടെ സഹായത്തോടെയാണ് സഞ്ചരിക്കുന്നത്. പക്ഷെ അപ്പോൾ പോലും അദ്ദേഹം വിറയ്ക്കുന്നതായി താൻ കണ്ടു. ഭയമാണ് അമിത്ഷായ്ക്ക് എന്നടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് പരാമർശങ്ങളായി ഉണ്ടായി. എന്താണെങ്കിലും മാപ്പ് രാഹുൽ ഗാന്ധി ഇത് പറയണം എന്ന് ഭരണപക്ഷം ശക്തമായ നിലപാട് സ്വീകരിക്കുകയും പ്രതിപക്ഷം ശക്തമായി തന്നെ അതിനെ അപലപിച്ചുകൊണ്ട് രംഗത്തേക്ക് വരികയും ചെയ്തതോടെയാണ് സഭാ നടപടികൾ പൂർണ്ണമായും നിന്നുപോകുന്ന സാഹചര്യം ഉണ്ടായത്. പിന്നീട് രാഹുൽ ഗാന്ധി സംസാരിക്കാൻ തയ്യാറാകാതെ അവിടെ കുറെ നേരം ഇരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞു. എന്താണെങ്കിലും മൈക്ക് നൽകൂ എന്ന് രാഹുൽ ഗാന്ധി സ്പീക്കറോട് ആവശ്യപ്പെടുന്ന അടക്കമുള്ള കാര്യങ്ങൾ എന്താണെങ്കിലും ഇന്നിപ്പോൾ സഭയിൽ ഉണ്ടായിട്ടുണ്ട്. പ്രധാനമായും കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് എതിരെ രാഹുൽ ഗാന്ധി എടുത്ത പരാമർശമാണ് ഭരണപക്ഷത്തെ ചൊടിപ്പിച്ചത്. രാഹുൽ മാപ്പ് പറയണം എന്ന് പറയുമ്പോൾ അത്തരത്തിൽ ഒരു മാപ്പിനും തയ്യാറല്ല എന്താണ് പ്രതിപക്ഷത്തിന്റെ നിലപാട്. കൃത്യമായി തന്നെ വെടിവെച്ചു എന്ന് രാഹുൽ ഗാന്ധി പറയുന്നു. അതിന് ഉത്തരവ് കാണിക്കുക, തെളിവ് കാണിക്കുക എന്നൊക്കെ എന്താണെങ്കിലും ഭരണപക്ഷത്ത് നിന്ന് ഇതുമായി ബന്ധപ്പെട്ട കിരൺ റിജിജു അടക്കമുള്ള ആളുകൾ വ്യക്തമാക്കി. നോട്ടീസ് നൽകാതെ മറ്റൊരാൾക്കെതിരെ, പ്രത്യേകിച്ച് ഒരു സഭാംഗങ്ങൾക്കെതിരെ, പ്രത്യേകിച്ച് മന്ത്രിക്കെതിരെ ഒന്നും ഇത്തരത്തിൽ ആരോപണം ഉന്നയിക്കാൻ കഴിയില്ലെന്ന് സ്പീക്കറും നിലപാട് സ്വീകരിച്ചു. എന്താണെങ്കിലും പ്രതിപക്ഷം ശക്തമായ നിലപാടിൽ തെളിയിച്ച് എതിരായ പോലിയെ ആണിപ്പോൾ ഈ ഘട്ടത്തിൽ രാഹുൽ ഗാന്ധി ചോദ്യം ചെയ്തിരിക്കുന്നത്. രാഹുൽ ഗാന്ധി പിന്തുണച്ചുകൊണ്ട് അഖിലേഷ് യാദവും രംഗത്തേക്ക് വരുന്ന കാഴ്ച കണ്ടു. ആ പ്രസക്തമാണ് എന്താണ് അഖിലേഷ് യാദവ് ഇക്കാര്യത്തിൽ വ്യക്തമാക്കിയത്. സർക്കാരിൽ വ്യക്തത വരുത്തേണ്ട അടക്കമുള്ള കാര്യങ്ങളും അഖിലേഷ് യാദവിന്റെ ഭാഗത്തു നിന്നും ഉയരുകയുണ്ടായി. നോബിൾ, മറ്റൊന്ന് ശ്രദ്ധേയമായ കാര്യം, പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും അമിത്ഷായും ഇന്നും സഭയിൽ എത്തിയില്ല എന്നുള്ളതാണ്. തീർച്ചയായും ഇന്ന് ഈ പ്രധാനപ്പെട്ട ചർച്ച നടക്കുമ്പോൾ ഇന്നത്തെ ദിവസവും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി സഭയിൽ ഇല്ല എന്നാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാണിച്ച മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് ഭയമാണ് എന്ന് രാഹുൽ ഗാന്ധി വിമർശിക്കുകയും ചെയ്ത് അതിന് പിന്നാലെയായിരുന്നു രാഹുലിന്റെ രൂക്ഷമായ വിമർശനം ഈ വിഷയത്തിൽ ഉന്നയിക്കുകയും ചെയ്തത്. പ്രത്യേകിച്ച് പ്രധാനമന്ത്രി
മന്ത്രി അടക്കമുള്ള ആളുകൾ സഭയിൽ ഇല്ലാതെ, പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു പ്രധാനപ്പെട്ട ബില്ലെന്ന് സർക്കാർ തന്നെ പറയുന്നു. എന്താ ബിൽ ചർച്ച ചെയ്യുമ്പോൾ പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയോ സഭയിലില്ല. ഇപ്പോൾ പ്രധാനപ്പെട്ട ആരോപണങ്ങളൊക്കെ ഉയരുന്നത് കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് എതിരെയാണ്. പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്കെതിരായ പോലീസ് നടപടി അടക്കമാണ് പ്രതിപക്ഷം ശക്തമായി തന്നെ ഉന്നയിക്കുന്നത്. ആ ഘട്ടത്തിലും ആഭ്യന്തരമന്ത്രി സഭയിൽ ഇല്ല എന്നതിനെ കൃത്യമായി തന്നെ കോൺഗ്രസ് നേതാക്കളും പ്രതിപക്ഷവും ചോദ്യം ചെയ്യുന്നുണ്ട്. രാജ്യസഭയിൽ സമാനമായി തന്നെ ഈ വിഷയത്തെ ചോദ്യം ചെയ്തിരുന്നു. എന്താണെങ്കിലും നിലവിൽ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം നമുക്കറിയാം. കഴിഞ്ഞ നാളുകളൊക്കെ ഇത്തരത്തിൽ രാഹുൽ ഗാന്ധി ലോക്സഭയിൽ സംസാരിക്കുമ്പോൾ വലിയ ബഹളത്തിലേക്കാണ് പോകാറുള്ള പതിവ്. അത് ഇന്നും ആവർത്തിച്ചു എന്നാണ് യാഥാർത്ഥ്യം. കാരണം അത്രയും രൂക്ഷമായ വിമർശനമാണ് രാഹുൽ ഗാന്ധി ഇന്ന് കേന്ദ്ര സർക്കാരിനെതിരെ ലോക്സഭയിൽ ഉന്നയിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്കെതിരായ ഈ വിഷയം, വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ സമരവുമായി രംഗത്തേക്ക് എത്തിയപ്പോൾ അവർ അഭിമാനമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് രാഹുൽ ഗാന്ധി തുടങ്ങിയത്. പിന്നീട് അവരെ ആക്രമിച്ച സർക്കാരിന്റെ നിലപാടിനെ രാഹുൽ ചോദ്യം ചെയ്തതോടെയാണ് ഭരണപക്ഷം എന്താണെങ്കിലും വലിയ പ്രതിഷേധവുമായി എഴുന്നേൽക്കുകയും ഇതിൽ രാഹുൽ ഗാന്ധി മാപ്പ് പറയണമെന്ന ആവശ്യം ഉന്നയിക്കുകയും ചെയ്തത്. നോബൽ പ്രധാനപ്പെട്ട വിഷയമാണ്. ഇന്നിപ്പോൾ ചർച്ചയിലേക്ക് വരുമ്പോൾ അതിൽ തുടക്കം മുതൽ തന്നെ രാഹുൽ ഗാന്ധി സംസാരിച്ച് കുറച്ച് സമയം മുമ്പ് കഴിഞ്ഞപ്പോൾ തന്നെ വലിയ പ്രതിഷേധത്തിലേക്ക്, അത് ആ വാക്കുകൾ പിടിച്ചുകൊണ്ടുള്ള പ്രതിഷേധത്തിലേക്ക് നീങ്ങുന്നതാണ് കണ്ടത്. പിന്നീട് കിരൺ റിജിജു അക്കാര്യത്തിൽ നുണ പറയുകയാണ് രാഹുൽ ഗാന്ധി, കൃത്യമായിട്ടുള്ള രേഖകൾ അങ്ങനെയാണെങ്കിൽ കാണിക്കണമെന്ന് അടക്കമുള്ള വെല്ലുവിളിച്ചുകൊണ്ട് മുന്നോട്ട് വരികയും ചെയ്തു. ഇനിയിപ്പോൾ 2:30 വരെ പിരിഞ്ഞിരിക്കുകയാണ്. 2:30ക്ക് ശേഷം വീണ്ടും ഒരു വാദപ്രതിവാദത്തിലേക്ക് തന്നെ, അല്ലെങ്കിൽ തർക്കം പ്രക്ഷുബ്ധമാകുന്ന കാഴ്ചയിലേക്ക് തന്നെ ആയിരിക്കുമല്ലേ? ശ്രുതി, 2:30ക്കും രാഹുൽ ഗാന്ധി തന്നെയാണ് സംസാരിക്കുക. ഒരുപക്ഷെ ഇതിപ്പോൾ സംസാരിച്ചതിനേക്കാൾ കൂടുതൽ കടന്ന ശക്തമായ പ്രതികരണം, വിമർശനമൊക്കെ കേന്ദ്ര സർക്കാരിനെതിരെ രാഹുൽ ഗാന്ധി ഉന്നയിക്കാനുള്ള സാധ്യതയാണ് ഉള്ളത്. കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ വിഷയത്തിൽ രൂക്ഷമായ പ്രതികരണം രാഹുൽ ഗാന്ധി സഭയ്ക്ക് അകത്തും പുറത്തുമൊക്കെ നടത്തുകയും ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായും 2:30ക്കുള്ള പ്രസംഗത്തിലും വലിയ വിമർശനം കേന്ദ്ര സർക്കാരിനെതിരെ ഒരുപക്ഷെ ഇപ്പോൾ ഇപ്പോൾ പറഞ്ഞ ആ നിലപാട് അതേപടി ആവർത്തിക്കാനുള്ള സാധ്യതയുമുണ്ട്. കാരണം വിദ്യാർത്ഥികൾക്കെതിരായ പോലീസ് നടപടി അത് കൃത്യമായി തന്നെ കേന്ദ്ര സർക്കാരിന്റെ, കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ അറിവോടെയും ഉത്തരവോടെയാണ് എന്നാണ് ഇതിൽ പ്രതിപക്ഷം ആരോപിക്കുന്നത്. അതിലൂടെ അടിസ്ഥാനത്തിലാണ് രാഹുൽ ഗാന്ധി ഇന്നിപ്പോൾ ഈ ആരോപണം ഉന്നയിക്കുകയും ചെയ്തിരിക്കുന്നത്. സ്വാഭാവികമായും 2:30ക്ക് സഭാ നടപടികൾ ആരംഭിക്കുമ്പോൾ ഇതേ വിഷയം തന്നെയായിരിക്കും രാഹുൽ ഗാന്ധി ഉന്നയിക്കുക എന്ന സൂചനയാണ് ലഭിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വീണ്ടും സഭാ നടപടികൾ പ്രക്ഷുബ്ധമാകാനുള്ള കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. നിലവിൽ ഇപ്പോൾ 2:30 വരെയാണ് ലോക്സഭ നിർത്തിവെച്ചിരിക്കുന്നത്. 2:30ക്ക് വീണ്ടും രാഹുൽ ഗാന്ധി തന്നെ സംസാരം തുടങ്ങും. ഒരുപക്ഷേ ഇപ്പോൾ രാഹുൽ ഗാന്ധി മാപ്പ് പറയുന്ന നിലപാട് വീണ്ടും ആ ഘട്ടത്തിൽ ഭരണപക്ഷം ഉയർത്താനുള്ള സാധ്യതയും ഉണ്ട്. ഉത്തരവാദിത്തോടെ തീർച്ചയായിട്ടും പ്രക്ഷുബ്ധമാകുന്ന കാഴ്ചയായിരുന്നു ഇത്ര നേരം ലോക്സഭയിൽ കണ്ടത്. 2:30 വരെ നിർത്തിച്ചിരിക്കുന്നത്. 2:30ക്ക് വീണ്ടും ചേരുമ്പോൾ വീണ്ടും ഒരു പ്രക്ഷുബ്ധാവസ്ഥയിലേക്ക് തന്നെ ആകുമോ പോകുന്നത് എന്നാണ് കണ്ടറിയേണ്ടത്. നോബൽ മാരിക്കാരനാണ് വിശദാംശങ്ങൾ നൽകിയത്.